ഹലോ ഗായ്സ്, ട്രാവൽ ഓൺ റോഡ്സിൻ്റെ ഫ്രാങ്ക്ഫൂർട്ട് ബീസ് കൊച്ചിൻ എന്ന സീരീസിലെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണുന്നത് കുരിയച്ചിറയിലെ സെൻറ്റ് ജോസഫ്സ് ചർച്ചാണ്. 2025 ഏപ്രിൽ മാസമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നവീകരിച്ച കുരിയച്ചിറ പള്ളി വിശ്വാസികൾക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുന്നത്. കുരിയച്ചിറ പള്ളിയുടെ ആദ്യമുണ്ടായിരുന്ന ആ ഒരു റൗണ്ട് സ്ട്രക്ചർ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പകൽ സമയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാത്രിയിലാണ് കൂടുതലും നമുക്ക് പള്ളിയുടെ ആ ഒരു ഭംഗി കാണാനായിട്ട് സാധിക്കുക. ചുറ്റോട് ചുറ്റും നല്ല രീതിയിൽ ഇലുമിനേറ്റഡ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് നമ്മൾ പുതിയ രീതിയിലുള്ള ഈ ഒരു കൺസ്ട്രക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലുള്ള പെയിൻറ്റിങ്ങുകളും അതുപോലെ വാതിലുകളും എല്ലാം വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു മോണ്ടകത്തിൻ്റെ ഭാഗത്ത് നിന്ന് അകത്തേക്ക് കടന്ന് ഉള്ളിലെ വിശാലമായ അൾത്താരയും അതുപോലെ തന്നെയുള്ള അനുബന്ധ സൗകര്യങ്ങളും നമുക്ക് കാണാം. വളരെ ഗംഭീരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ അൾത്താരയും പിന്നീടുള്ള സൗണ്ട് സിസ്റ്റവും എല്ലാം നമുക്ക് അവിടെ ആസ്വദിക്കാവുന്നതാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. കുർബാനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരുന്നു. പകൽ സമയങ്ങളിലും നല്ല രീതിയിൽ ലൈറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ജനലകളും അതുപോലെ തന്നെ വെന്റിലേഷനുകളും ഒക്കെ പള്ളിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള എൻട്രൻസുകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് പള്ളിയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീകളുടെ ഭാഗത്തും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തും അതേ രീതിയിലുള്ള എൻട്രൻസുകൾ ഇപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസ് എടക്കളത്തൂർ അച്ഛനുണ്ടായിരുന്ന സമയത്ത് ഇവിടേക്ക് കുറച്ച് ജർമ്മൻസ് വരികയും അവരുടെ ജർമ്മൻ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു ദിവസം നമ്മൾ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടായിരിക്കും. 7500 കിലോമീറ്ററുകൾക്കപ്പുറം ക്ലൈനോസ്റ്റൈം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്, ജർമ്മനിയിലെ ബവേറിയ ആ ഒരു സ്റ്റേറ്റിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഈ ഒരു ക്ലൈനോസ്റ്റൈമിൽ നമുക്ക് നമ്മുടെ കുരിയച്ചിറ പള്ളിയുടെ ഇതുപോലുള്ളൊരു ഫലകം ഇവിടെ കാണുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. എനിക്ക് കൂടുതൽ അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്നിരുന്നാലും നമ്മൾ ക്ലൈനോസ്റ്റൈമിലുള്ള ഒരു കൃഷി, അതായത് ഇവിടുത്തെ ഒരു പള്ളി നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ളത് സെൻറ്റ് ലൗറൻഷ്യസ് ക്ലൈനോസ്റ്റൈം. ഈ സെൻറ്റ് ലൗറൻഷ്യസ് എന്ന വിശുദ്ധൻ്റെ പള്ളിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ കാത്തലിക് ചർച്ചായിട്ട് ഈ ഒരു ക്ലൈനോസ്റ്റൈം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇവിടെ ഈ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും നമ്മുടെ മലയാളീസ് അതുപോലെ തന്നെ നമ്മുടെ കുരിയച്ചിറയിൽ നിന്നുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ കുരിയച്ചിറ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഫലകം അവിടെയും കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ അന്ന് പറഞ്ഞിരുന്നൊരു ഓർമ്മ. കുരിയച്ചിറ എന്ന നമ്മുടെ ഇടവകയുടെ പേര് അവിടെയും ഇതുപോലെ തന്നെ ഒരു സ്തൂപമായിട്ടുണ്ടായിരിക്കും എന്ന് നമ്മളന്നൊരു ഓർമ്മയുണ്ട്. അച്ഛൻ പറഞ്ഞതൊരു ഓർമ്മയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് നോക്കാനും ഇവിടെ ജർമ്മനിയിലുള്ളൊരു സ്ഥലമായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനും ഇടയായത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫ്രാങ്ക്ഫൂർട്ട് എന്ന് പറയുന്ന വലിയൊരു സിറ്റിയുടെ അടുത്താണ് ഈ ഒരു ക്ലൈനോസ്റ്റൈം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, നമുക്ക് നമ്മുടെ കുരിയച്ചിറ പള്ളിയിലേക്ക് തിരിച്ചു വരാം. ഈ കാണുന്ന ഫലകത്തിൽ കാണാവുന്നത് പോലെ തന്നെ നമ്മുടെ ലൂയിസ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു നമ്മുടെ ഒരു ക്ലൈനോസ്റ്റൈം ഇടവകയിൽ നിന്നുള്ള ഇടവകങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് വരാനും അതുപോലെ തന്നെ ജർമ്മൻ കുർബാന അർപ്പിക്കാനും ഇടയായത്. നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസ് അച്ഛനെ ഓർക്കുമ്പോൾ ഒരുപാട് നമ്മുടെ പള്ളിക്ക് ചുറ്റും ഒരുപാട് വലിയ വികസന പ്രവൃത്തികൾ നടന്നിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ വരും. അതുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പള്ളിമുറ്റം വളരെ ഗംഭീരമായിട്ട് ടൈൽസ് എല്ലാം വിരിച്ച് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഇടവകങ്ങൾ കാത്തിരിക്കുന്ന പോലെ അടുത്ത പ്രാവശ്യത്തെ പെരുന്നാളാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് കൊണ്ടാടാനുള്ളത്. ജനുവരി പെരുന്നാളാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെല്ലാവരും വന്ന് ഒത്തുകൂടുന്ന സമയവും. അപ്പോൾ അടുത്ത ജനുവരി പെരുന്നാളിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ കുരിയച്ചിറ പള്ളി. ഓക്കെ, അപ്പം അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത പള്ളി, ആ പള്ളിയുടെ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് നമ്മുടെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാനുമായിട്ട് ഉള്ള ഒരു ബോക്സാണ് ഇവിടെ കാണാനായിട്ട് ഇടയായത്. ഈ ഒരു ബോക്സും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.